ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നീർദോശയെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് തമിഴ്നാട്ടിലൊരു ഹോട്ടലിൽ പോയപ്പോഴാണ് കഴിച്ചത്. അത് ഒരു 2 വർഷം വരെയായി. അന്ന് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. വീട്ടിൽ വന്നിട്ട് അതുണ്ടാക്കി നോക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ അതങ്ങ് വിട്ടു. ഇപ്പോൾ ഞാൻ ചാനലൊക്കെ തുടങ്ങി ഇതൊക്കെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ആ നീർദോശയുടെ കാര്യം ഓർമ്മ വന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കത് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഒരു അമ്മച്ചിയുടെ അടുത്ത് ഫോൺ ചെയ്ത് അതിൻ്റെ റെസിപ്പി ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കി നോക്കി. അത് ശരിയായതിന് ശേഷമാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ നല്ല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാമേ. ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതാണ് ബെസ്റ്റ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട്. അതൊരു 6 മണിക്കൂർ കുതിരാനിട്ടതിന് ശേഷം നമ്മൾ അതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 3 പേർക്ക് കഴിക്കാനായിട്ട് ഒരു വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഇഡ്ഡലി റൈസാണ് കുതിരാൻ വെച്ചത്. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിക്കാനെന്ന് വെച്ചാൽ അത്രയും എടുക്കുക. അതുപോലെ ഞാൻ 1 ഗ്ലാസ് അരിക്ക് ഈ ഒരു ചെറിയ കപ്പ് തേങ്ങയാണ് എടുത്തത്. നിങ്ങളപ്പം എത്ര അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങാ ചിരകിയതും കൂടെ എടുത്തോളുക. ഇനിയിപ്പോൾ ആ വെള്ളമെല്ലാം വാർന്ന് നൂറ്റിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട്, ഒട്ടും തരി കിടക്കാൻ പാടില്ല. നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ദേ കണ്ടില്ലേ, ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദേ നോക്കിക്കേ, ഒട്ടും ഒരു തരി ഒന്നുമില്ല അതിനകത്ത്. അങ്ങനെയാണ് നമ്മുടെ നീർദോശയ്ക്ക് അരച്ചെടുക്കേണ്ടത്. തരി കിടന്നാൽ നീർദോശയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. ഇനി ഈ മാവിലേക്ക് നല്ല ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച്, ആ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല വെള്ളം പോലെ ആയിരിക്കേണ്ടത്. നമ്മൾ ഈ ദോശ സാധാരണ ചുടുന്ന ദോശയുടെ കൺസിസ്റ്റൻസി അല്ല വേണ്ടത്, അപ്പത്തിൻ്റെയോ അങ്ങനെയൊന്നും അല്ല വേണ്ടത്. അതിനേക്കാളും കുറച്ചുകൂടെ വാട്ടറി ആയിട്ടാണ് ഇരിക്കേണ്ടത് മാവ്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ വാട്ടറി ആയിട്ടിരിക്കണം. ഇനി ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു കല്ലടുപ്പിലോട്ട് വയ്ക്കുക. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത് കേട്ടോ. നമ്മൾ മാവ് ഒഴിച്ചാൽ അവിടെ നിൽക്കില്ല. കാരണം അത് നല്ല വാട്ടറി ആയിട്ടുള്ള മാവല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഓടി ചാടി അങ്ങ് പോകും അത്. പക്ഷേ നമുക്ക് ഷേപ്പ് കിട്ടില്ല. അത് അങ്ങനെയുള്ളൂ, കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് നൈസായിട്ട് ഒഴിച്ചെടുത്ത് ഒന്ന് അടച്ചു വെച്ച്, അപ്പമൊക്കെ അടച്ചു വെച്ച് വേവിക്കില്ലേ, അതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണവുമാണ്. തേങ്ങയുടെയൊക്കെ ആ ഒരു മണം, നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. തക്കാളി ചട്നി എടുക്കാം, തേങ്ങാ ചട്നി എടുക്കാം, പിന്നെ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റൂ വേണമെങ്കിൽ അത് വെച്ച് കഴിക്കാം, ചിക്കൻ കറിയോ ഏത് വെച്ച് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഈ നീർദോശയുടെ ടേസ്റ്റ് എന്ന് പറയുന്നതേ അടിപൊളിയാണ് കേട്ടോ. അത് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. സാധാരണ തമിഴ്നാട്ടിലാണിത് കൂടുതലും കണ്ടുവരുന്നിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ എന്തായിരുന്നാലും ഈ നീർദോശ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് അഭിപ്രായം പറയാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അനുഭവം ഒന്ന് പറയണേ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്